അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റമദാൻ 8 പിന്നിടുകയാണ്. നോമ്പ് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നത് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്. പലരും വിചാരിക്കുന്നത് പണം കൊടുത്താൽ നമ്മുടെ കയ്യിലുള്ളത് കുറഞ്ഞു പോകുമെന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മറ്റൊന്നാണ്. ചാരിറ്റി നെവർ ഡിക്രീസസ് വെൽത്ത്. ദാനം ചെയ്യുന്നത് കൊണ്ട് സമ്പത്ത് കുറയുകയില്ല, മറിച്ച് അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ് വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരിൽ ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. റമളാൻ മാസത്തിലാകട്ടെ അവിടുന്ന് ഒരു കൊടുങ്കാറ്റ് പോലെ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചത് ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം നൽകിക്കൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതായത് ദാനധർമ്മങ്ങൾ നൽകി മറ്റുള്ളവരെ സഹായിച്ച് ജീവിക്കുക. സ്മോൾ ആക്ഷൻസ് ബിഗ് റിവാർഡ്. ചെറിയ പ്രവർത്തികൾക്ക് വലിയ പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. നമ്മൾ സ്വതക്ക നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരസ്യപ്പെടുത്താതെ സ്വതക്ക ചെയ്യാൻ പഠിക്കും. ഒരാൾക്ക് സഹായം നൽകുമ്പോൾ അത് ഫോട്ടോ എടുത്ത് ലോകത്തെ അറിയിക്കേണ്ട ഒന്നല്ല. യുവർ ലെഫ്റ്റ് ഹാൻഡ് ഷുഡ് നോട്ട് നോ വാട്ട് യുവർ റൈറ്റ് ഹാൻഡ് ഗിവ്സ്. അതുപോലെ തന്നെ കുടുംബത്തിന് മുൻഗണന നൽകുക. നമ്മുടെ അയൽപക്കത്തും കുടുംബത്തിലും പ്രയാസപ്പെടുന്നവർ ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുക. അടുത്തതായി സന്തോഷത്തോടു കൂടി കൊടുക്കുക. അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി കൊടുക്കുക. ജനങ്ങൾ കാണാൻ വേണ്ടിയല്ല കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയല്ല കൊടുക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിച്ച് സന്തോഷത്തോടു കൂടി ഈ 8-ാം ദിനത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. വലിയ തുകയൊന്നും വേണ്ട, ദിവസവും ഒരു ചെറിയ തുകയെങ്കിലും പാവപ്പെട്ടവർക്ക് മാറ്റിവെക്കാം. അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സകലമാന കാര്യങ്ങളിലും, ബിസിനസ്സിലാവട്ടെ മറ്റുമാവട്ടെ കച്ചവടങ്ങളിലാവട്ടെ വലിയ ബർക്കത്ത് കൊണ്ടുവരും. മേ അല്ലാഹ് അക്സെപ്റ്റ് അവർ ചാരിറ്റി ആൻഡ് ബ്ലെസ്. പറ്റുന്നവരൊക്കെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.